السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد الأنبياء والمرسلين. أما بعد. ഷെയ്ഖുന മുഹയ്യിസുന്ന പൊന്മള പി അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉസ്താദ് അവർകളെ കുറിച്ചാണ്. SYSന് 70 തികയുന്നതുപോലെ സൂര്യവർഷപ്രകാരം ഷെയ്ഖുനായ്ക്കും 70 തികയുകയാണ്. സമസ്തയുടെ 100ാം വാർഷികം നമ്മളൊക്കെ കാത്തു നിൽക്കുന്നത് പോലെ SYSന് 100ാം വാർഷികമുണ്ടാകും. നമുക്കും ഉസ്താദുമാർക്കുമൊക്കെ അതിലും സംബന്ധിക്കുവാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ നാം പ്രാർത്ഥിക്കുകയാണ്. ഓത്തിനിരുത്തുന്നതിന് മുമ്പായി SYSൻ്റെ പ്രസിഡൻ്റായിരുന്ന അന്നത്തെ ബഹുമാനപ്പെട്ട പാണക്കാട് പൂക്കോയത്തങ്ങൾ ഇന്ന് ആണ്ടിൻ്റെ ദിവസം കൂടിയാണ്. അള്ളാഹു ദറജയേറ്റി കൊടുക്കട്ടെ. മഹാനവർകളുടെ മുന്നിൽ കൊണ്ടുപോയി ഉമ്മ മന്ത്രിപ്പിച്ചപ്പോൾ അന്ന് നടത്തിയ ദീർഘദർശനത്തിൻ്റെ പൊരുളാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്ന ആ വൈജ്ഞാനികമായ വലിയ മേൽവിലാസം. ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാരെ കാണാൻ പോയപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് വലിയ ദർസുകൾ ഉണ്ട് എന്നാണ്. വടകര മുഹമ്മദ് ഹാജിയെ സമീപിച്ചപ്പോൾ നിങ്ങൾ ഉന്നതമായ ദർസ് നടത്തണം എന്ന് നിർദ്ദേശിക്കുകയും സന്തോഷപൂർവം പ്രാർത്ഥിച്ചു കൊടുക്കുകയും തൻ്റെ കൈവിരലിൽ അണിഞ്ഞിരുന്ന മോതിരം ഷെയ്ഖുന മുഹയ്യിസുന്ന അവർകൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. പലപ്പോഴായി നഷ്ടപ്പെട്ടുപോയ ആ മോതിരം പിന്നെ അത്ഭുതകരമായി 4 തവണ തന്നെ തിരിച്ചു വരികയും ഇന്നും ഉസ്താദ് അവർകളുടെ കരങ്ങൾക്ക് ആ മോതിരം ശക്തി പകരുന്നത് നാം കാണുകയും ചെയ്യുന്നു. വളരെ ചെറിയ പ്രായത്തിൽ തലക്കടത്തൂർ എന്ന വലിയ വിദ്വൽ പ്രതിഭകൾ മാത്രം മുദരിസുമാരായി ഉണ്ടായിരുന്ന പ്രദേശത്തേക്ക് ദർസിന് വേണ്ടി നിയോഗിച്ചത് ഷെയ്ഖുന ബഹറുൽ ഉലൂം OK ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു മഹാനവർകളാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പുനഃസംഘടിപ്പിച്ചപ്പോൾ ആ വലിയ പണ്ഡിത ശ്രേണിയിലേക്ക് 7 വയസ്സു പ്രായം കുറവുള്ള ഈ മഹാപണ്ഡിതനെ നിർദ്ദേശിച്ചതും ബഹുമാനപ്പെട്ട ബഹറുൽ ഉലൂം OK ഉസ്താദ് തന്നെയാണ് നാം മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആന്റെ തജ്വീദിൻ്റെ നിയമങ്ങളുടെ ഭാഗമായി ജഹറും ഹംസും ചില അക്ഷരങ്ങളുടെ പ്രത്യേക സിഫത്തുകൾ, അവിടെ ഉദാഹരണത്തിന് വേണ്ടി അക്ഷരങ്ങളെ എണ്ണിപ്പടിക്കുന്നിടത്ത് ഫഹസ്സഹു ശഖ്സുൻ സകത, മൗനം പാലിക്കുന്ന ഒരു മഹാമനീഷി എല്ലാറ്റിനും പ്രേരണ നൽകി എന്നു പറയുന്ന അർത്ഥം വയ്ക്കാവുന്ന ആ വാക്ക് നാം ഉദാഹരണമായി പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ സമസ്ത മുഷാവറ പുനഃസംഘടിപ്പിച്ചപ്പോൾ 10ലേറെ മുഷാവറ അംഗങ്ങളുടെ പേരുകൾ എഴുതി ചേർത്തത് ഷെയ്ഖുന ബഹറുൽ ഉലൂം OK ഉസ്താദ് തന്നെയായിരുന്നു. 7 തലമുറകളിൽ ഇന്ന് പരന്നു കിടക്കുന്ന പണ്ഡിത പാരാവാരത്തിൻ്റെ പടത്തലവനാണ് ബഹുമാനപ്പെട്ട ബഹറുൽ ഉലൂം എങ്കിൽ ആ മനസ്സുകളിലൊക്കെ ഇടം നേടുകയും വലിയ ഉത്തരവാദിത്തങ്ങൾ ചരിത്രപരമായി നിർവഹിക്കുകയും ചെയ്ത ഇതിഹാസത്തിൻ്റെ പേരാണ് ഷെയ്ഖുന മുഹയ്യിസുന്ന പി അബ്ദുൽ ഖാദർ മുസ്ലിയാർ പൊന്മള ഉസ്താദ്. കൊടിയത്തൂർ ഖാസി എന്ന് പറയുന്ന ഒരാൾ ജംഇയ്യത്തുൽ ഉലമ ഇസ്സുന്നി എന്ന പ്രസ്ഥാനവുമായി വന്നപ്പോൾ ആദ്യം മുജാഹിദായി, പിന്നീട് ജമാഅത്തുകാരനായി, പിന്നീട് ചുവന്ന തെരുവിൽ എവിടെയോ, ഒരുപക്ഷെ അതിനുമപ്പുറം എവിടെയോ കാണാതായിപ്പോയ ഒരു മൗലവി ധാരാളം വിദണ്ഡവാദങ്ങളുമായി ഈ സമൂഹത്തിൽ പണ്ഡിതന്മാരെ ചോദ്യം ചെയ്തപ്പോൾ അവിടെയെല്ലാം പണ്ഡിതോചിതമായി ഈ സമൂഹത്തിന് നേതൃത്വം നൽകുകയും സംവാദങ്ങളിൽ സാന്നിധ്യവും പലപ്പോഴും നിർണായകമായ പങ്കും നിർവഹിക്കുവാൻ
ബഹുമാനപ്പെട്ട പന്മള ഉസ്താദിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ സമൂഹത്തിൽ, കേരളത്തിൽ ധാരാളം മുജ്തഹിദുകളുണ്ട് എന്ന് അഭിമാനിക്കുന്ന ഒരു കൂട്ടരാണ് സലഫി എന്ന പേരിൽ അറിയപ്പെടുന്നവർ. അങ്ങനെയുള്ള മുജ്തഹിദുകളെ ഒരുപക്ഷെ കടലാസിലേക്ക് പകർത്തുമ്പോൾ അവരാദ്യം എഴുതുക എടവണ്ണയിൽ ജീവിച്ച ഒരാളെയാണെങ്കിൽ സംവാദത്തിൽ അയാളെയും പരാജയപ്പെടുത്തുകയും ആദ്യത്തെ അരമണിക്കൂർ കൊണ്ട് സംവാദം പൊളിച്ച് കയ്യിൽ കൊടുക്കുകയും ചെയ്തതാണ് ബഹുമാനപ്പെട്ട മുഹയ്യിസുന്ന ഉസ്താദ് അവർകളുടെ പാണ്ഡിത്യത്തിൻ്റെ നാം തിരിച്ചറിഞ്ഞ ഒരു ശക്തി. മഹാനായ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ ആദർശത്തിൻ്റെ തേരോട്ട രംഗത്ത് പഴയകാലത്തെ ഏറ്റവും ശ്രദ്ധേയമായ നാമമായിരുന്നെങ്കിൽ ആദർശത്തിൻ്റെയും സ്ഥാപനത്തിൻ്റെയും സംഘടനയുടെയും എണ്ണിയാൽ തീരാത്ത വലിയ വലിയ മേഖലകളുടെ എല്ലാം കുലപതിയായി നമുക്ക് കാണാനുള്ള പേരാണ് പരി എന്ന വീട്ടിൻ്റെ മേൽവിലാസം സ്വന്തം പേരിനോടൊപ്പം കൊണ്ടു നടക്കുന്ന പി ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ്. ഇ കെ ഹസൻ മുസ്ലിയാർ കയറി വരുന്നു, കോട്ടൂർ ഉസ്താദിനോട് പറയുന്നു, അൽഫിയ നന്നായി ഓതിപ്പടിച്ച ഒരു മുത്തഅല്ലിമിനെ വേണം. കോട്ടൂർ ഉസ്താദ് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അന്നു മുതൽ ആ ബന്ധം വളരുകയാണ്. ധാരാളം പണ്ഡിത ക്യാമ്പുകളിൽ ചോദ്യങ്ങളുമായി വലിയ ഉസ്താദുമാരെ അഭിമുഖീകരിച്ചപ്പോൾ താജുൽ ഉലമയ്ക്ക് കാന്തപുരം ഉസ്താദ് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇതാണ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ. താജുൽ ഉലമ പൊന്മള ഉസ്താദിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഈ പൊന്മള അതെന്തു മുതലാണ് എന്ന് നിങ്ങൾക്കറിയുമോ? വലിയ മുദരിസാണ്. അവരൊക്കെ ധാരാളം കിതാബ് നോക്കുന്നവരാണ്. ഞാൻ ഉള്ളാളത്തേക്ക് വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ. ഞാനും എം.എയും കൂടി സാദിയയിലേക്ക് വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ. എന്തിനു പറയണം, സകല സാമർഥ്യവും ഉപയോഗിച്ച് എ.പി വിളിച്ചിട്ട് അദ്ദേഹത്തെ മർക്കസിലേക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോൾ എന്തോ തൗഫീഖ് പേരോടിന് അദ്ദേഹത്തെ ലഭിച്ചു. നാദാപുരം ദാറുൽ ഹുദയിൽ പൊന്മള ഉസ്താദ് നടത്തിയ ദർസിനെ കുറിച്ച് അന്ന് താജുൽ ഉലമ പറഞ്ഞ ഗൗരവമുള്ള വാക്കുകൾ. ആരെയും സുഖിപ്പിക്കുന്ന ശീലം താജുൽ ഉലമയ്ക്കില്ലെന്ന് നമുക്കറിയാം. പറയാനുള്ളത് വെട്ടിത്തുറന്നു പറഞ്ഞാൽ അതിൽ വെട്ടിമാറ്റാൻ ഒന്നും ഉണ്ടാവില്ല എന്നും നമുക്കറിയാം. ആ തലയെടുപ്പും ആജ്ഞാശക്തിയും ഇച്ഛാശക്തിയും സത്യത്തോടുള്ള പ്രതിബദ്ധതയുമാണ് ഇന്ന് നമുക്ക് എല്ലാ വ്യക്തിത്വവും രൂപപ്പെടുത്തി തന്നത് നമുക്കറിയാമെങ്കിൽ ആ വലിയ പണ്ഡിത നേതൃത്വത്തിന് അള്ളാഹു കൂടെ അനുവദിച്ചത് ഈ വലിയ ബുദ്ധിശക്തികളെ ആയിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. കൊടിഞ്ഞിയിൽ നമുക്കറിയാം ധാരാളം ഇരട്ടകൾ. ആ ഇരട്ടകളെയൊക്കെ സംബന്ധിച്ച മസ്അലകൾ നമ്മുടെ ഉലമാ ചർച്ച ചെയ്യുന്നുണ്ട്. ഇരട്ടകളിൽ ഒന്നിൻ്റെ നിക്കാഹ് നടത്തിയപ്പോൾ പേര് പറഞ്ഞത് മാറിപ്പോയി. ഇനി എന്തു ചെയ്യുമെന്നൊരു പ്രശ്നം. എന്തു ചെയ്യാൻ? ഉടനെ പൊന്മള ഉസ്താദിനെ വിളിക്കുകയാണ്. ആ ബന്ധപ്പെട്ട നിക്കാഹ് മൂത്തത് 1, 2, 3 മിനിറ്റുകൾ കൊണ്ടെങ്കിലും അങ്ങനെ മൂത്തത് ഉണ്ടാകുമല്ലോ. അതിനെയാണോ നിശ്ചയിച്ചത്? അതാണോ ചൊല്ലിക്കൊടുത്ത ആളുടെ ഓർമ്മയിൽ ഉള്ളത്? ഏറ്റുവാങ്ങിയ ആൾക്കും അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടായിരുന്നുവോ? എന്നാ പിന്നെ ഇവിടെ പേര് മാറിപ്പോയതുകൊണ്ട് പ്രശ്നമില്ല എന്നു പറഞ്ഞ് ആ നിക്കാഹിൻ്റെ സന്നിഗ്ധഘട്ടത്തിൽ ചിലർ ത്വലാഖ് എന്ന് പറഞ്ഞു, ചിലർ എഴുത്താന്ന് പറഞ്ഞു, ചിലർ സ്വഹീഹല്ല എന്ന് പറഞ്ഞു. വെപ്രാളപ്പെട്ട് നാലുപാടും പായുമ്പോൾ ഒരു ഫോൺ കോളിൻ്റെ അപ്പുറത്ത് പരന്ന പാണ്ഡിത്യത്തിൻ്റെ വിശാലമായ കാഴ്ചപ്പാടുമായി ബഹുമാനപ്പെട്ട മുഹയ്യിസുന്ന പൊന്മള ഉസ്താദ് ഉണ്ടായിരുന്നത് കൊണ്ട് ആ പ്രശ്നം ചെറിയ ഒരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് പറയുന്നത് പോലെ അവിടെ തീരുന്നുവെങ്കിൽ ആഴത്തിലുള്ള പാണ്ഡിത്യം തീർച്ചയായും ഈ ഉമ്മത്തിന് ഏറ്റവും വലിയ സേവനമാണ്. SSF-ൽ മെമ്പർഷിപ്പ് ഉണ്ടായില്ല. SYS-ലും ഔദ്യോഗികമായി പ്രവർത്തനത്തിൻ്റെ പക്ഷത്ത് ഉണ്ടാകുന്നതിന് മുമ്പ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ അംഗമായതാണ് പൊന്മള ഉസ്താദ് അവർകളുടെ ജീവിതത്തിൽ അല്ലാഹു നൽകിയ ഭാഗധേയമെങ്കിൽ പാണ്ഡിത്യം തന്നെയാണ്.
ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ നടുനായക വ്യക്തിത്വങ്ങൾക്കിടയിൽ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കാൻ ആ വലിയ മഹാനവർകളെ വലിയ മനുഷ്യന് ധൈര്യം നൽകിയത്. ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ് കുവൈത്ത് കരാറിൻ്റെ സന്ദർഭത്തിൽ കാന്തപുരം ഉസ്താദിന് ഉറച്ച പിന്തുണ നൽകി. മറ്റനേകം സന്ദർഭങ്ങളിലും ആ വലിയ പിന്തുണ പ്രസ്ഥാനത്തിന് ഏറ്റവും വലിയ പ്രചോദകമായി നട്ടെല്ലായി രൂപപ്പെട്ടത് നമുക്കറിയാം. ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ മഹത്തുക്കളുടെയൊക്കെ ദീർഘായുസ്സിന് വേണ്ടി നമ്മളൊക്കെ ദുആ ചെയ്യണം എന്ന് നിങ്ങളോടൊക്കെ ഓർമ്മിപ്പിക്കുകയാണ്. അബുൽ ഹഖ് ഇബ്രാഹിം മുസ്ലിയാർ തലശ്ശേരി പാതിരാക്ക് 2 മണി നേരത്താണ് പൊന്മള ഉസ്താദിനെ വിളിക്കുന്നത്. എന്താണ് ഈ നട്ടപ്പാതിരക്കെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാനിപ്പം മക്കയിൽ നിന്ന് വിളിക്കുകയാണ്, പരിശുദ്ധമായ മദീനയിൽ നിന്ന് വിളിക്കുകയാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് ഹുജറത്തു ഷരീഫയുടെ അടുത്തിരുന്നിട്ട് കരഞ്ഞു കണ്ണീരുമായി ഒരാൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷം കൊണ്ട് വിളിക്കുകയാണ്. ഞാൻ ആ വ്യക്തിയോട് ചോദിച്ചു, പൊന്മള ഉസ്താദിൻ്റെ ശിഷ്യനാണോ? അല്ല. നാട്ടുകാരനാണോ? അല്ല. സംഘടനാപരമായ എന്തെങ്കിലും അടുത്ത ബന്ധു അങ്ങനെയാണോ? അതുമല്ല. ഞാൻ പൊന്മള ഉസ്താദിനെ കണ്ടിട്ട് പോലുമില്ല. പക്ഷേ മഹാനവറുകളുടെ ഫതാവ മുഹയ്യിസ്സുന്ന എനിക്കൊരാൾ സമ്മാനിച്ചു. ഞാനത് മുഴുവനും വായിച്ചു. 100 കൂട്ടം സംശയങ്ങൾക്ക് മറുപടി അതിൽ കണ്ടെത്തിയെന്നു മാത്രമല്ല, എൻ്റെ ഹൃദയത്തെ മഥിച്ച സകല സംശയങ്ങൾക്കും ആഴത്തിലുള്ള മറുപടി കണ്ടെത്തിയപ്പോൾ ഞാൻ ആലോചിച്ചു, ഞാനൊരു നിർമ്മതവാദിയായി, ഒരു മതയുക്തിവാദിയായി, ഞാൻ എവിടെയോ ഒടുങ്ങിത്തേരേണ്ടുന്ന അങ്ങനെ ഒരു അബദ്ധ സഞ്ചാരിയായി മാറുന്നതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയത് ഈ മനുഷ്യൻ എഴുതി വെച്ച അക്ഷരമുത്തുകൾ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കഅബാലയത്തിനുള്ളിൽ ഇടം കിട്ടിയാലും ഞാൻ പ്രാർത്ഥിക്കുക ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദിന് വേണ്ടി തന്നെയായിരിക്കും. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് ഞാനിരുന്ന് ദുആ ചെയ്യുന്നത് എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്നതിൻ്റെ പേരിൽ മാത്രമാണ്. നമ്മൾ അറിയണം, അവരൊക്കെ നിർവഹിച്ചിട്ടുള്ള വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ അനേകായിരം പേർക്ക് വെളിച്ചം നൽകിയത്. ആ വലിയ വ്യക്തി നമ്മോട് പറയുന്നു, അഹ്ലുസുന്നത്ത് മുറുകെ പിടിക്കണം, സംഘടനാപരമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണം. അതുകൊണ്ട് മാത്രമാണ് വരും തലമുറയെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കുവാൻ സാധിക്കുക. ഇമാം ഖസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ പലതവണ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. അതിന് വഴി പറഞ്ഞു കൊടുത്തത് വെല്ലൂരിലെ അല്ല, ദയൂബന്ദിലെ അന്നത്തെ അല ഹസറത്താണ്. ഏതെങ്കിലും ഒരു വരി വായിക്കുമ്പോൾ അർത്ഥം ശരിക്കും വ്യക്തമാകുന്നില്ലെങ്കിൽ ആ നേരത്ത് ജസദ് ഖിബിലയിലേക്ക് തിരിക്കുക, മനസ്സ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് തിരിക്കുക. എന്നിട്ട് ഇമാം ഖസാലി തങ്ങൾക്കൊരു ഫാത്തിഹ ഓതിയാൽ തീർച്ചയായും അതിൻ്റെ ഉദ്ദേശ്യം നിങ്ങൾക്ക് മുമ്പിൽ ചുരുൾ നിവർന്നു വരും എന്ന് ദയൂബന്ദിൽ നിന്ന് ഉപദേശിച്ച ഉസ്താദുമാർ. അങ്ങനെയാണ് ബഹുമാനപ്പെട്ടവർ ഇമാം ഖസാലി തങ്ങളുടെ വല്ലാത്ത ഒരു ഫാൻ ആയി മാറുന്നത്. അതേ ദയൂബന്ദിൽ നിന്നു തന്നെ ആരോ ചിലർ മൗലിദിനെതിരെ അപസ്വരങ്ങൾ ഉയർത്തിയപ്പോൾ അന്നത്തെ ദയൂബന്ദ് ദാറുൽ ഉലൂമിൻ്റെ റക്ടർ ഷെയ്ഖ് ഖാരി ത്വയ്യിബ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ചെന്നുപോയി നിന്നു പറഞ്ഞു കൊടുത്തു, മൗലിദ് എന്താണ്, മലബാറിൻ്റെ ശീലം എന്താണ്. അദ്ദേഹം അനുവദിച്ചു. ദയൂബന്ദിലെ മൗലിദ് സദസ്സ് സംഘടിപ്പിച്ചു. മലയാളി സമാജത്തിൻ്റെ പ്രസിഡന്റ് നേതൃത്വം നൽകി. മുഹയ്യിസ്സുന്ന പൊന്മള ഉസ്താദ് സുന്നത്തിനെ ഹയാത്താക്കുകയാണ്. ദയൂബന്ദിലെ ഉസ്താദുമാരടക്കം ആ മൗലിദിൻ്റെ സദസ്സിൽ സംബന്ധിച്ചത് ഒരു വല്ലാത്ത തുടക്കമായിരുന്നുവെങ്കിൽ ആത്മീയ വ്യക്തിത്വങ്ങളുമായി പണ്ടേ ഉള്ള ബന്ധമാണ്. അധ്യാത്മികതയ്ക്ക് അപ്പുറത്ത് വലിയ മഹത്തുക്കളുമായുള്ള ബന്ധമാണ്. അതുകൊണ്ടാണ് എനിക്കുള്ള എല്ലാ ഇജാസത്തുകളും ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എന്നു പറഞ്ഞ് ഓരോന്നോരോന്ന് ബഹുമാനപ്പെട്ട ഹിബത്തുല്ലാഹിൽ ബുഖാരി അങ്ങനെ തന്നെ നൽകിയത്. അതൊരു 40 വർഷങ്ങൾക്കപ്പുറത്താണ്. കയ്പമംഗലം കരീം ഹാജിയെ കാണാൻ വന്നൊരു കൂട്ടർ അവരോട് കയ്പമംഗലം ചോദിച്ചു, എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? പൊന്മള ഉസ്താദ്
നിങ്ങളെ നാട്ടിനടുത്ത് ദർസ് നടത്തുന്നുണ്ടല്ലോ, അദ്ദേഹത്തെ കണ്ടാൽ മതിയല്ലോ. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളുടെ വൈജ്ഞാനികവും ആധ്യാത്മികവുമായ ഈ ശൈലിയെയൊക്കെ നമ്മുടെ സമൂഹത്തിൽ പലരും തിരിച്ചറിയാതെ പോയത് അവരുടെ നഷ്ടമല്ല, തലമുറയുടെ തന്നെ നഷ്ടമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. കുറ്റിച്ചിറയിൽ നടന്ന വലിയ സംവാദം, ഫതാവൽ കുബറയിൽ നിന്ന് 2 ഉദ്ധരണികൾ വായിച്ചു. ശൈഖുനാ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് ഇമാം ഷാഫിഈ തങ്ങളുടെ ഇഖ്തിലാഫുൽ ഹദീസ് എന്ന മഹത്തായ ഗ്രന്ഥത്തിൽ നിന്നും ഇബാറത്തുകൾ വായിച്ചപ്പോൾ പൊന്മള ഉസ്താദ് ആ വേദിയിൽ നിന്നു തന്നെ ആ ഇബാറത്തുകൾ മനഃപ്പാഠമാക്കുകയാണ്. പിന്നെ തേടി അലഞ്ഞു. ഈ ഇബാറത്തുകൾ ഉണ്ടെന്നറിയാം, കിതാബ് കണ്ടുകിട്ടാൻ എന്തു ചെയ്യും? 46 വർഷങ്ങൾക്കപ്പുറത്തെ ആ അന്വേഷണം, വല്ലാത്ത തെരച്ചിൽ. മലബാറിൽ കിതാബുകൾ കിട്ടാനുള്ള വഴികൾ വളരെ വളരെ കുറവാണ്. ആ യാത്രയിൽ നന്നമ്പ്ര സൈദാലി മുസ്ലിയാരെ കണ്ടു, നിറമരുതൂര് ബീരാൻകുട്ടി മുസ്ലിയാരെ കണ്ടു. അങ്ങനെ ചെന്ന് ബഹുമാനപ്പെട്ട കരിങ്കപ്പാറ ഉസ്താദിനെ കണ്ടു. എ.പി. ഉസ്താദ് വായിച്ച് ഹൃദിസ്ഥമായി പറഞ്ഞു പഠിച്ച് സംവാദത്തിൽ ഉദ്ധരിച്ച് എതിർ കക്ഷികളുടെ മുഴുവനും നാക്കടക്കിക്കളഞ്ഞ ഒരു ഇബാറത്ത് പൊന്മള ഉസ്താദ് ആ വേദിയിൽ വെച്ച് ഹൃദിസ്ഥമാക്കുകയാണ്. അതിൻ്റെ ഉദ്ധരണി കണ്ണുകൊണ്ട് കാണണം എന്ന് വാശി പിടിച്ച് പലയിടങ്ങളിലും പരതി നടക്കുകയാണ്. ഒടുവിൽ കണ്ടെത്തിയപ്പോൾ ബഹുമാനപ്പെട്ട കരിങ്കപ്പാറ ഉസ്താദിൻ്റെ മനസ്സിൽ ആ മുത്തഅല്ലിമിന് ഇടം കിട്ടി. കരിങ്കപ്പാറ ഉസ്താദ് തൻ്റെ പേരമക്കൾക്ക് വരനായി പൊന്മള ഉസ്താദിനെ തെരഞ്ഞെടുക്കുകയാണ്. പിന്നീട് താൻ നന്നാക്കി മറ്റൊരാൾക്കും കൈമാറാത്ത ഫത്ഹുൽ മുഈൻ പൊന്മള ഉസ്താദിൻ്റെ കൈകളിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. ആ ഫത്ഹുൽ മുഈനും അതിൻ്റെ തഹ്ഖീഖാത്തുകളും കേരളത്തിലെ ഉലമാഇന് പിന്നെ ധാരാളമായി ലഭിക്കുകയാണ്. ഒടുവിൽ അത് മുഴുവനും പുറം ലോകത്ത് അച്ചടിയായി എത്തിച്ചേരുമ്പോഴേക്ക് ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ് ഈ സമൂഹത്തിന് ചെയ്തു കൊടുത്തത് വലിയ ഫലമാണ്. കാന്തപുരം ഉസ്താദ് അതിനെല്ലാം സബബായി എന്നത് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യമാണ്. പറഞ്ഞാൽ തീരാത്ത ആ ഇതിഹാസങ്ങളെ നമുക്കിനിയും വായിക്കാനുണ്ട്, നമുക്കിനിയും പരിചയപ്പെടാനുണ്ട്. ആ ജീവിതത്തിൽ നിന്ന് വലിയ വലിയ സംഭാവനകൾ നമുക്കിനിയും കിട്ടാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും ആ വലിയ മഹത്തുക്കൾക്ക് ദീർഘായുസ് നമ്മുടെ മക്കൾക്ക് വേണ്ടി കൂടി വെളിച്ചം നൽകുന്ന അത്രയും അല്ലാഹു നീട്ടി 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 നൽകുമാറാകട്ടെ. ആ ഉസ്താദുമാരുടെ എല്ലാം പൊരുത്തം നമുക്കെല്ലാം അല്ലാഹു ജീവിതത്തിലുടനീളം പിന്നീട് ഒടുവിൽ സ്വർഗത്തോളം അല്ലാഹു കനിഞ്ഞേകുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് വരികൾ അവസാനിപ്പിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.